യുദ്ധം ചെയ്താൽ ജനങ്ങളുടെ കയ്യടി നേടാമെന്ന് കരുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. റേറ്റിംഗ് കൂപ്പുകൂട്ടുന്നു, സ്വന്തം ജനതയ്ക്ക് പോലും വേണ്ടാത്ത അവസ്ഥ. ഇനി ഈ റേറ്റിംഗ് കൂട്ടാൻ ട്രംപ് എന്ത് ചെയ്യും എന്നോർത്ത് ആകാംക്ഷയിലും ആശങ്കയിലുമാണ് ലോകം. റോയിട്ടേഴ്സും ഇപ്സോസും ചേർന്ന് അമേരിക്കയിൽ നടത്തിയ പുതിയ സർവേ ഫലങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നതാണ്. തിങ്കളാഴ്ച അവസാനിച്ച ഈ 6 ദിവസത്തെ ഓൺലൈൻ സർവേ പ്രകാരം അതിൽ 2% പോയിന്റ് പിഴവിനുള്ള സാധ്യത കണക്കാക്കിയാൽ പോലും 62% അമേരിക്കക്കാരും ട്രംപിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും ഒട്ടും സന്തുഷ്ടരല്ല. അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ് വെറും 36% ഇടിഞ്ഞിരിക്കുകയാണ്. ഈ നാണക്കേട് മറയ്ക്കാനാണോ എന്തോ സർവേ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ പോലും ഇപ്പോൾ ട്രംപിനെ പരസ്യമായി തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതായത് 79 വയസ്സുള്ള പ്രസിഡന്റിന്റെ സ്വഭാവത്തെയും മാനസികാവസ്ഥയും കുറിച്ച് അവർക്ക് തന്നെ വലിയ ആശങ്കയുണ്ട്. വെറും 26% അമേരിക്കക്കാർ മാത്രമാണ് ട്രംപിനൊരു ശാന്ത സ്വഭാവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ 46% പേർക്കും അദ്ദേഹത്തിന് ശാന്ത സ്വഭാവം ഇല്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഡെമോക്രാറ്റുകളുടെ കാര്യം പറയുകയേ വേണ്ട, വെറും 7% പേർക്ക് ആ ഒരു തോന്നലേ ഉള്ളൂ. 2025 ജനുവരി 20 വീണ്ടും അധികാരമേറ്റപ്പോൾ 47% ഉണ്ടായിരുന്ന ജനപ്രീതിയാണ് ഇപ്പോൾ ഒരു മാസമായി 36% തന്നെ കിടന്ന് ഇഴയുന്നത്. ഫെബ്രുവരി 28 ട്രംപ് ഭരണകൂടവും ഇസ്രയേലുമായി ചേർന്ന് ഇറാനെതിരെ യുദ്ധം തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. പോരാത്തതിന് പോപ്പ് ലിയോയുമായി ഉണ്ടാക്കിയ അനാവശ്യ വിവാദങ്ങളും ഇറാനിലെ സംസ്കാരം തന്നെ തുടച്ചു നീക്കുമെന്നൊക്കെ ഉള്ള പാലങ്ങളും അവരുടെ പവർ പ്ലാന്റുകളും ഒക്കെ തകർക്കുമെന്നും ഒക്കെയുള്ള ട്രംപിന്റെ സോഷ്യൽ മീഡിയയിലുള്ള വീമ്പിളക്കലുകളൊക്കെ അമേരിക്കക്കാർക്ക് അത്ര പിടിച്ചിട്ടില്ല. ഏപ്രിൽ 10-12 തീയതികളിൽ 35% പേർ ഇറാൻ ആക്രമണത്തെ പിന്തുണച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് 36% വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ട്രംപിനെ ആശ്വസിക്കാം. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ വേണ്ടി നാറ്റോ സഖ്യകക്ഷിയായിട്ടുള്ള ഡെൻമാർക്കിനെതിരെ പോലും സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളാണ് ട്രംപ്. അതിന് പുറമെ നാറ്റോയിൽ നിന്ന് തന്നെ പിന്മാറാനുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകളെയും വളരെ കുറച്ച് പേർ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാതെ ട്രംപ് വല്ലാതെ അസ്വസ്ഥനാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. യുദ്ധം എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമാണെങ്കിലും സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകും എന്ന് രാജ്യത്തിനുടനീളമുള്ള 4557 മുതിർന്ന പൗരന്മാർ പങ്കെടുത്ത ഈ ഒരു സർവേ വ്യക്തമാക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം കാരണം പെട്രോൾ വില കുത്തനെ കൂടി. അമേരിക്കയിലെ ജീവിത ചെലവ് താങ്ങാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ജീവിത ചെലവ് കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപിന്റെ റേറ്റിംഗ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 26%-ലെത്തി നിൽക്കുന്നു. ഇറാനിലെ സൈനിക നടപടിക്കായി അമേരിക്കൻ ഖജനാവിൽ നിന്ന് കോടികൾ വാരിയെറിയുന്നത് ശരിയാണെന്ന് വെറും 26% പേർ മാത്രമേ കരുതുന്നുള്ളൂ. ഈ ആക്രമണങ്ങൾ അമേരിക്കയെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ വെറും 25% മാത്രമാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെ അമിതമായിട്ടുള്ള ആവേശ പ്രകടനങ്ങളും യുദ്ധക്കൊതിയും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഈ സർവേ ഫലങ്ങൾ ട്രംപിനുള്ള വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. വമ്പൻ പ്രസ്താവനകൾ നടത്തിയിട്ടും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ പോലും നേടാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുപിടിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇനി എന്ത് കുരുട്ടുബുദ്ധിയാകും പ്രയോഗിക്കുക എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. റേറ്റിംഗ് കൂട്ടാനുള്ള അടുത്ത തന്ത്രം എന്തായിരിക്കും? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.